ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. നമ്മളെ കൂടെ നീണ്ട വരെ നമ്മുടെ അമ്മൂച്ചുകുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുക്കാം എന്നാണ് കരുതുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടുള്ള വീഡിയോസിൻ്റെ ഒരു ഇൻസ്പിറേഷനും. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ അമ്പുടുക്കുട്ടൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ട് നല്ല കളിയാട്ടോ. ആൾ ഒറ്റയ്ക്ക് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ അവനിങ്ങോട്ട് പിടിച്ച് കയറ്റാൻ വേണ്ടി ചേട്ടായിക്കൂട്ടനെ വന്നപ്പോൾ ഞാൻ അവനോട് ക്യാമറയിൽ നോക്കിയിട്ട് ഹായ് പറയുമെന്ന് പറഞ്ഞാൽ, പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീടുകളിലുള്ള പോലെ തന്നെ നമ്മളവിടെ ഇന്ന് ഇറച്ചും തുണികളാണ്. വീട് ഫുൾ കയറുകളും തുണികളും ഒക്കെ. അപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് മടക്കി ഒതുക്കി വെക്കുക കേട്ടോ. കാരണം മഴയാകുമ്പോൾ അല്ലെങ്കിൽ തുണികളും കൊണ്ട് ഒരു മഴയാകുമ്പോൾ പിന്നെ പറയും വേണ്ട. അപ്പോൾ അപ്പപ്പുള്ള തുണി ഉണങ്ങിയത് അപ്പപ്പോൾ എടുത്ത് മാറ്റി വെച്ച് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുക. കുറേ നാളായി വീഡിയോ എടുക്കണം എന്ന് ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാനൊന്നും പറ്റണം. കാരണം നമ്മൾ അമ്പൂട് ഇപ്പോൾ വലിയ ഇതായതുകൊണ്ട് അവൻ അടങ്ങിയിരിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നടക്കും, ഒരാൾ പിന്നാലെ വേണം. അപ്പോൾ അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും നടക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എന്തെടുക്കുകയാണെങ്കിലും എൻ്റെ കൂടെ ഇച്ചുണ്ടാവും. ഇച്ചുണ്ടാകുമ്പോൾ ഞാൻ അവനെയും കൂടെ കൂട്ടും. കുഞ്ഞെ ബെഡ്ഷീറ്റ് പിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് അവർക്കൊരു സന്തോഷം. അവരെ കൂടെ കഴിയുന്ന സമയം അവരെ കൂടെ അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും ഉണ്ടാവും എൻ്റെ കൂടെ. മിക്കവാറും അടുക്കളയിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാൻ അവനെയും കൂടെ കൂട്ടും എൻ്റെ കൂടെ. അവനൊരു സന്തോഷം അതൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് നത്തല് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പീര് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. റെസിപ്പി വീഡിയോ ഒന്നും ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് നമ്മൾ മറ്റേ ഇരുമ്പൻ പുളിയില്ലേ, പച്ച കളറുള്ള പുളി, അത് ഇട്ടിട്ടാട്ടോ വെച്ചത്. പുളി അല്ലാതെ കുടംപുളി വെച്ചിട്ടില്ല, അല്ലാതെ അത് ഇട്ടാണ് വെച്ചത്. റെസിപ്പി വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, റെസിപ്പി ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ അമ്പൂസ് നല്ല കളി അവിടെ. അപ്പോൾ പിന്നെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ, 2 മാങ്ങ കൊതിയന്മാരുണ്ട്. അപ്പോൾ മാങ്ങ മുറിച്ചല്ല, ഞാനൊരു കഷ്ണം എടുത്ത് കൈ പിടിച്ചു എന്നല്ലാതെ എനിക്ക് കഴിക്കാൻ കിട്ടിയിട്ടില്ല. 2 മക്കളും അത് വന്ന് വാങ്ങി. ഇച്ചുട്ടൻ കഴിച്ചതിന് വേഗം വന്ന് അമ്പൂടിൻ്റെ കയ്യിലുള്ള മാങ്ങ വാങ്ങി. അപ്പോൾ പിന്നെ അമ്പൂട് കാരണപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മാങ്ങയൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയിലാട്ടോ ഉണ്ടാക്കുന്ന മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചു. ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രി വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ളൊരു വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കഴിയുന്നതിപ്പോൾ നൈറ്റ് പണി ഫുള്ള് കഴിച്ച് വെച്ചിട്ട് പകൽ കുഞ്ഞിൻ്റെ കൂടെ അങ്ങനെ നടക്കാം. നമ്മൾ ഇച്ചു അംഗനവാടി പോകും. പിന്നെ ഞാനും അമ്പുടും മാത്രമേ ഉണ്ടാവലുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കഴിയുന്നതും അങ്ങനെ മാക്സിമം ഞാൻ അവൻ്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കണം. അവൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ രാത്രി ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീനാക്കി വെച്ച് പിറ്റേന്നിക്ക് വേണ്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവി വയ്ക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ കഴിച്ച് വയ്ക്കും. അപ്പോൾ പിന്നെ രാവിലെ നല്ല സുഖമാവുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ മക്കളെ നോക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പൂക്ക് നല്ല കരച്ചിലായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചു പോയി 2 കൊടുക്കും. അപ്പോൾ ഞാൻ അവനൊന്ന് എടുത്ത് ആശ്വസിപ്പിച്ചിട്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് പോയി കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാനായിരുന്നു. അതുകൂടെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ അമ്പൂടുക്കുട്ടൻ്റെ കൈയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അമ്പൂടുക്കുട്ടൻ അതൊക്കെ കഴിഞ്ഞ് മുറിവൊക്കെ കെട്ടി കൊടുത്ത് അവനൊന്ന് കൂളാക്കിയ ശേഷം ബാക്കി പണിയിലേക്ക് കഴിഞ്ഞു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവൻ അതൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഞങ്ങൾ 3 കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കളിക്കുക. കളിയും ഇതൊക്കെ കഴിഞ്ഞ് മക്കൾ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും അവരങ്ങോട്ട് ഉറക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ. രാത്രി കുറച്ച് നേരം അവരുടെ കൂടെ അങ്ങനെ ഇരുന്ന് കളിക്കും. അപ്പോൾ നമ്മൾ ഇച്ചു വന്നതാണ്. ഇച്ചു ഇടയ്ക്ക് വന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് എടുക്കുക അച്ചുക്കോ എന്നും പറഞ്ഞ് വന്ന് ഞാൻ അവൻ താഴെ വെച്ചപ്പോൾ അവനെടുത്തുകൊണ്ട് നിൽക്കാൻ അവനെടുത്തുകൊണ്ട് എങ്ങനെ ഞാൻ തുടക്കണേ ചോദിച്ചപ്പോൾ ആളൊന്ന് കൂളായി. പിന്നെ അവൻ എന്തോ കൈ കിട്ടിയത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒന്നും കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ ചേട്ടായിക്കുട്ടനും അനിയനും കൂട്ടനും കൂടെ നല്ല കളിയാട്ടോ. ഇപ്പോൾ രണ്ടാളും അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളി ഇതൊക്കെയാണ്. അടി കൂടും. ചേട്ടൻ അനിയനെ അടിക്കുന്ന പോലെ അനിയൻ ചേട്ടനെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കട്ടുമ്പോൾ തുള്ളി കളിക്കുകയാണ്. നമ്മൾ ഇച്ചു ഓരോന്നും കാണിച്ചു കൊടുക്കും. അതിനനുസരിച്ച് നമ്മൾ അമ്പുടുക്കുട്ടനും കാണിക്കാൻ തുടങ്ങി. അവൻ നല്ല കളിയായിരുന്നു കേട്ടോ. തല ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. നല്ല കളിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പിന്നെ ആൾ നിർത്തി.
നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുന്ന ഫ്ലാഷ് ഓൺ ആക്കിയിട്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ ആ ലൈറ്റ് കണ്ടപ്പോൾ അവൻ്റെ കളിയൊക്കെ നിന്നു. പിന്നെ ഇച്ചു പുലിയാണ്, അമ്പുടുവിനെ പിടിക്കാൻ പുലി വന്നു എന്ന് പറഞ്ഞിട്ട് അമ്പുടുവിൻ്റെ മേത്ത് കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല രസമാണ് രണ്ടും കൂടെ കളിക്കുന്നതൊക്കെ കാണാൻ. ആ കളി കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആകും, ഒന്ന് കൂളാവും. നല്ലൊരു ആശ്വാസമാണ് അതൊക്കെ കാണുമ്പോൾ. പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഈച്ച ഉണ്ടോ? ഈച്ച പോകാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ പറഞ്ഞത് കേട്ടോ. ഇവിടെ ഭയങ്കര ഈച്ചയും കൊതുകൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങൾ രണ്ടും വിട്ട് മാറി നിൽക്കില്ലല്ലോ. പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.